ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കുറഞ്ഞ ചേരുവ മാത്രം മതി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതേക്കുള്ള ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഒരു കപ്പ് റവ, അത് വറുത്തതോ വറുക്കാത്തതോ ആവാം. ഒരു കോഴിമുട്ട, 2 ടീസ്പൂൺ പാൽപ്പൊടി, 1/2 കപ്പ് പഞ്ചസാര, 2 ഏലക്കായ. ഇനി നമുക്കിതുണ്ടാക്കി തുടങ്ങാം. അതിനായിട്ടൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോഴിമുട്ട ഒഴിച്ചെടുക്കാം. ഇനി നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 ഏലക്കായ, പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്തെടുക്കാം. നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ എടുത്തു വെച്ച പാൽപ്പൊടി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് റവയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് സ്പൂൺ ഉപയോഗിച്ച് തന്നെ ഇങ്ങനെ ഇളക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. കൈ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വെള്ളമാണ്. ഈ വെള്ളം ഇതിലേക്ക് കട്ടിയുള്ളൊരു പരുവത്തിലാണ് കേട്ടോ അത് വേണ്ടത്. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ലൂസായി പോകരുത്. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനുള്ളൊരു ഉപ്പ്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഈ ഒരു പരുവാണ് കേട്ടോ അത് വേണ്ടത്. കണ്ടില്ല, ഈ ഒരു കട്ടി ഇതിന് വേണം. ഇനി നമുക്ക് ഇത് ലൂസായിട്ടുള്ള പരുവത്തിലാണെങ്കിൽ കുറച്ച് റവ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ഇതാ ചട്ടി ചൂടായി, ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇതിനൊരു പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. ഈ സ്പൂൺ വെച്ചിട്ട് ഇടുമ്പോൾ ആ ഉള്ളൊരു ഷേപ്പിൽ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ കുക്കാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ടതൊക്കെ ഇപ്പോൾ ഒരു ഭാഗം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം, പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് ചായക്ക് വെള്ളം വെച്ച സമയത്ത് തന്നെ നമുക്ക് ഇത് തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ബാച്ച് നമുക്കിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും കൂടെ അതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റാണ് കേട്ടോ. അതുപോലെ പുറംഭാഗം നല്ല ക്രിസ്പിയുമാണ്. അതുകൊണ്ട് തന്നെ ഇത് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ഒരു പലഹാരം തന്നെയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ആക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.